പ്രപഞ്ചശക്തിയോട് താങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവിന് EFT എന്ന ഈ ഗ്രൂപ്പിൽ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചതിൽ അപാരമായ ഒരു കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഇതിൽ വന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ശരീരത്തിൽ സമാധാനം, സന്തോഷം, സ്നേഹം, സുഖം ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പൊ സാറേ. സ്നേഹം മാത്രം. സ്നേഹം എന്നെ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. മറ്റുള്ളവരെ എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. എന്നെ എങ്ങനെ സ്നേഹിക്കണം എന്ന് അറിയില്ലായിരുന്നു. ഇപ്പൊ എന്നെ എങ്ങനെയൊന്ന് സ്നേഹിക്കാൻ പഠിച്ചു. അതുപോലെ സാറിന്റെ, അതുപോലെ നമ്മുടെ PCA മെമ്പേഴ്സ് ഒക്കെ എല്ലാവരും നമുക്ക് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. ഞങ്ങളെ ഗ്രൂപ്പ് ഇതാ എന്നും ഉഷാറായി പോകുന്നു. കുറെ ആളുകൾ ഇതിലേക്ക് വരാൻ നോക്കുന്നുണ്ട് ഞങ്ങളെ ഗ്രൂപ്പിലേക്ക്. അപ്പൊ ഞങ്ങൾ ഹാപ്പിയാണ്, സോ ഹാപ്പി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആണ്, സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. എന്നും സന്തോഷം, സമാധാനം, സ്നേഹം. ഫാമിന്റെ ഒക്കെ സൂപ്പറായി പോകുന്നു. സാറിന് അതുപോലെ സാറിനോട് എത്ര പറഞ്ഞാലും അതിൽ ഇതിലേക്ക് EFTയിലേക്ക് വരാൻ കഴിയുന്നവരൊക്കെ വരിക. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളുണ്ടായാൽ ആ ഫാമിലി നന്നാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് ചേരുക. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവരോടും താങ്ക് യു പറയുന്നു. എല്ലാവർക്കും സുഖം, സന്തോഷം, സമാധാനം, സൗഖ്യം മാത്രം അതിലേക്ക് എത്തിപ്പെടട്ടെ. എല്ലാവരും ഹാപ്പി ആവട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് താങ്ക് യു എല്ലാ മേമമാർക്കും. എൻ്റെ പ്രീസിയ ജുനുമേമാണ്. ജുനുമേം ഗൾഫിലായിരുന്നു, ഇപ്പൊ വന്നിട്ടുണ്ട്. എനിക്ക് വിളിച്ചിരുന്നു, വർത്താനൊക്കെ ചോദിച്ച്. അങ്ങനെ എല്ലാവരും നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. താങ്ക് യു. താങ്ക് യു ആയിഷ മാം, വലിയ സന്തോഷം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. യെസ്, പറയൂ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഉമൈബ ബഷീർ. ഞാൻ കാർ ഗോൾ എഴുതാൻ പറഞ്ഞപ്പോ ഞാൻ ഗോൾ എഴുതി വെച്ചിരുന്നു. എന്റെ പേരിൽ ഓൾറെഡി ഒരു കാർ ഉണ്ട്. എന്റെ ഇത്താടെ മരുമകൻ എന്റെ പേരിൽ ഒരു കാർ എടുത്തു. സാർ എഴുതാൻ എന്നാലും എന്റെ പേരിൽ തന്നെ വന്ന് ഗോൾ എഴുതിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്ന് ആധാർ കാർഡും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി എന്റെ പേരിലെടുത്തു. അപ്പൊ അത് ഗോൾ എഴുതിയത് സക്സസ് ആയി. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ സാർ? തീർച്ചയായിട്ടും, വലിയ സന്തോഷം. ശരി, എല്ലാ കാര്യവും നല്ലോണം നടക്കുന്നുണ്ട്. മെഡിസിൻസ് ഒന്നും കഴിക്കാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ ആശുപത്രി എവിടെയെല്ലാം ഡോക്ടർ ഉണ്ട് അവിടെ എല്ലാം ഓടിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇതിൽ വന്നതിന് ശേഷം ഒരു മെഡിസിനെ കുറിച്ചുള്ള ചിന്തയേ ഇല്ല, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ചിന്തയും ഇല്ല. താങ്ക് യു സാർ. എല്ലാ ദിവസവും പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മൈൻഡ് മാസ്റ്ററി ഫസ്റ്റ് ബാച്ചിലാണ് ഞാനുള്ളത്. വളരെ നന്ദിയുണ്ട് സാർ, വളരെ നന്ദിയുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. വലിയ സന്തോഷം. യെസ്, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആദ്യമായി EFTയിൽ എത്തിപ്പെട്ടതിന് എൻ്റെ ഏറ്റവും വലിയ നന്ദി. അതെന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. EFTയിൽ എത്തിപ്പെട്ടത് എല്ലാ കാര്യത്തിലും കുറെ കാര്യങ്ങൾ ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്. പിന്നെ ഫൗസിയ മാമിന്റെ പിന്നെ അൻവർ സാറിന്റെ എല്ലാ ഇതിലും പ്രാക്ടീസിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് നല്ല ഇതുണ്ട്, മാറ്റമുണ്ട്. ഇതിലെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷം. നന്ദി സാർ. താങ്ക് യു. താങ്ക് യു, വലിയ സന്തോഷം. കൺഗ്രാറ്റുലേഷൻ. പറയാനുള്ള അവസരത്തിനാണ് ഹാൻഡ് റൈസ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അവസരം തരുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പേഴ്സണലി. അല്ല, അത് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അവസരം എല്ലാവർക്കും കിട്ടും കേട്ടോ. യെസ്, അടുത്ത ആരാണ്? പറയൂ. സലാമാണ്. സൗമ്യ ആരാണ് മീറ്റ് ചെയ്യുന്നേ? ഓക്കെ, ഷെറിനെ ചെയ്തോളൂ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറയൂ. ഇന്നലെ ഒരു മിറാക്കിൾ ഉണ്ടായി, അത് പറയാൻ വേണ്ടിട്ടായിരുന്നു.
ഇന്നലെ യെസ് എന്റെ ഇന്നലെ എന്റെ ഫാദറിന് ജോലി സംബന്ധമായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫാദർ ഇവിടെയാണ്, ദുബായിലാണ് ഉള്ളത്. അപ്പോ എല്ലാരും ആകെ ടെൻഷനായി. ഈ 30-ാം തീയതിക്കുള്ളില് ആൾക്ക് അവിടുന്ന് പോരേണ്ടി വരും. ഇത്രയും കഠിനമായ ചൂടില് നാട്ടിലേക്ക് പോരാനും പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞു, ഗോ വിത്ത് എ ഫ്ലോ, എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. പക്ഷെ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവരെയും നല്ല രീതിയിൽ സമാധാനിപ്പിച്ചു, നല്ല രീതിയിൽ ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ജോബ് ഇനിയും തുടരാന്ന് അവിടെ നിന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അപ്പോ നമ്മള് എന്താണോ ടെൻഷൻ അടിക്കുന്നത് അത് നമ്മൾക്ക് ടെൻഷനായിട്ട് തന്നെ തിരിച്ചു വരാണ് ചെയ്യുക. എത്രത്തോളം നമ്മള് മനസ്സിൽ സന്തോഷവും സമാധാനം നിറക്കുന്നു അതിനനുസരിച്ച് നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്ന് വളരെ നല്ല രീതിയിൽ അറിയാനായിട്ട് ഈ ഒരു EFT വന്നതിന് ശേഷം സാധിച്ചു എന്നുള്ളതാണ്. പഴയൊരു ഞാനാണെങ്കിൽ ഇപ്പോ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് അതെനിക്ക് ഒരു ഗ്യാസ് ട്രബിൾ ആയി ഞാൻ വളരെയധികം ഡൗൺ ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അതിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിൽ ചിന്തിക്കാനും സന്തോഷകരമായി ജീവിക്കാനും സാധിച്ചു. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ ഫാദർ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് സാറിന്. വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ ഒരുപാട് അവയർനെസ്സോട് കൂടിയിട്ട് ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ സാധിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പോ EFTയുടെ ഒരു ഭാഗമാവാനും അതേപോലെ ഇതിൽ വർക്ക് ചെയ്യാനും സാധിക്കുന്നു. അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കോഴ്സിൽ വന്നു ടീമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഷെറീന. വലിയ സന്തോഷം. അവരുടെ ലൈഫിലുണ്ടായ റിസൾട്ടാണ് അവർക്ക് ഇതിൽ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാക്കിയത്. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ബീങ് ഹിയർ ഇൻ ദിസ് അമേസിംഗ് പ്ലാറ്റ്ഫോം. ഒരുപാട് ആളുകൾക്ക് നമ്മൾ മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരുപാട് സന്തോഷം. എടാ യെസ്, ഇതാണ് നമ്മളെ ഉള്ളിൽ പോസിറ്റീവ് ആകുമ്പോൾ ചുറ്റുപാടുകളിൽ പോസിറ്റീവ് ആകുന്നു എന്നുള്ളതാണ്. നമ്മൾ മാറുമ്പോൾ ആ ഒരു മിറക്കിളാണ്, ആ ഒരു വലിയ ചേഞ്ച് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. സന്തോഷല്ലേ, സുഖല്ലേ? ഇതാ ഞാൻ നോക്ക ആർ എന്നാണ് കാണുന്നത്. എന്റെ പേര് റഹീം. റഹീം മാസ്റ്റർ, കണ്ണൂര്. കണ്ണൂർ റഹീം മാസ്റ്റർ, പറയൂ റഹീം സാർ. ഞാന് അപ്പൊ സാറെ ക്ലാസ് ഇപ്പൊ എനിക്കൊരു ലിങ്ക് കിട്ടിയതാണ്. വേറൊരാൾ വഴി കിട്ടിയതാണ്, ലിങ്ക് കിട്ടിയതാണ്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ആയിട്ട് സാറെ ക്ലാസ് മുടങ്ങാതെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കും. ഇതുവരെ ഞാൻ മൈൻഡ് മാസ്റ്ററിയോ മറ്റുള്ളതൊന്നും എനിക്കൊരു ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് ഞാൻ പേഴ്സണലായിട്ട് അതിന്റെ മീഡിയേറ്റർ ഉണ്ടല്ലോ സാറ്, മീഡിയേറ്ററായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോ എനിക്ക് ഈ ക്ലാസ് കൊണ്ട് സാർ ഈ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. രാവിലത്തെ ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആസ് എ മെന്റർ അതായത് കുറച്ചു പേരെങ്കിലും സാർക്ക് ആ ഒരു ജീവിതത്തിന്റെ കയ്യിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഒരാള് വളരെ ഫ്രീ ആയിട്ട് വിവിധ വിഷയങ്ങള്, ആനുകാലിക വിഷയം എല്ലാം ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആയിക്കോട്ടെ, ഒരു മനുഷ്യനെ ഏത് രീതിയിൽ പാകപ്പെടുത്തി എടുക്കാൻ പറ്റുന്നുള്ളൊരു ക്ലാസ്സാണ് ഡെയിലി ക്ലാസ് വരുന്നത്. ആ ഡെയിലി ക്ലാസ് കേട്ടത് കൊണ്ട് വളരെയധികം എനിക്കുണ്ടായ മാറ്റങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഏത് തരത്തിലാണ് സാറോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എങ്കിലും ഈ ഒരു പ്രവർത്തനം നടത്തുന്നതിന് സർവശക്തനായ ദൈവം അതിനുള്ള എല്ലാ ഇതും സാർക്ക് ദീർഘായുസും ആഫിയത്തും ആരോഗ്യം ഉണ്ടാട്ടെ. ഇനിയും ഉള്ള കാലങ്ങളിലൊക്കെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. സാറ് നേരിട്ട് കാണാനുള്ള വളരെയധികം ആഗ്രഹമുണ്ട്. കോഴിക്കോട് വെച്ചൊരു മീറ്റപ്പ് നടത്തുകയാണെങ്കിൽ നിർബന്ധമായിട്ട് എനിക്ക് കാണുക, വേറെ ഒന്നുമില്ല, എനിക്ക് നേരിട്ട് കാണുക, പരിചയപ്പെടുക, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുക. അതെൻ്റെ ഒരു ഡ്രീമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടുക, നല്ല നല്ല ആൾക്കാരായിട്ട് കൂട്ടുകൂടുക, ഇങ്ങനെയുള്ള ഒരു ഡ്രീമാണ്. അപ്പൊ അതിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോ സാറായിട്ട് ഞാൻ ഏതോ ഒരു സ്ഥലത്തുള്ള ആള്, റഫീഖ് സാർ ഏതോ ഒരു സ്ഥലത്തുള്ള ആള്, അതൊരു ജോയിന്റ് കണക്ഷൻ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇതിനല്ലാതെ വല്ലാത്തൊരു കണക്ഷൻ തന്നെയാണ്. അപ്പൊ ഇതിലേക്ക് വന്നപ്പോൾ അതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ സാർ എടുക്കുന്ന ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ജീവിതത്തിൽ ഒരു ഡെവലപ്പിംഗ് ആയിട്ട് വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിർബന്ധമായും സാറുടെ മൈൻഡ് മാസ്റ്ററി ക്ലാസ് ഒരൊറ്റ ക്ലാസ് ഞാൻ കേട്ടിട്ടുള്ളൂ. യൂട്യൂബിലുള്ള ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ എനിക്കുണ്ടായ ഡെവലപ്പ്, എനിക്ക് എൻ്റെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ
പരിഹരിക്കാനും മറ്റുള്ള ജോലി വിഷയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനും സാറ് മോർണിംഗ് ക്ലാസ് കേൾക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ദിവസം ഡെയിലി സാറെ ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു പ്രയാസം അനുഭവിക്കുന്ന രീതിയിലായി. അപ്പോൾ ബാക്കിയുള്ള പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സാറായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ കോഴിക്കോട് വെച്ച് ഇതേപോലത്തെ ഉള്ള ഒരു മീറ്റപ്പ് വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സാറൊന്ന് നേരിട്ട് കാണുന്നുണ്ട്. സാർ എന്തായാലും ഒരുപാട് തിരക്കുള്ള ആളാണ്. എങ്കിലും ഇനിയും ഉയരത്തിന്റെ പടവുകൾ കയറി സാറ് ലോകം മുഴുവൻ അറിയുന്ന ഒരു മാസ്റ്റർ ട്രെയിനറായി തീരട്ടെ എന്ന് ഈ ഒരു വേളയിൽ ഞാൻ സാർക്ക് പ്രത്യേകം ആശംസിക്കുകയാണ്. ഇനിയുണ്ടാകും കൂടെ നിൽക്കുന്നവർക്കും അതിനെക്കാട്ടും സാറിപ്പം പറഞ്ഞു സാറ് മാത്രമല്ല കൈപിടിച്ച് ഉയർത്തുന്നത്, സാറെ കൂടെ ഉള്ളവരെയും ആ മോട്ടിവേഷൻ ആ ലെവലിലേക്ക് ഉയർത്താനാണ് ശ്രമിക്കുന്നത്. അവരും വേറൊരു ലെവലിലേക്ക് സാറെക്കാട്ടും ഒന്നും കൂടി ഗുരുശിഷ്യ ബന്ധം എന്ന് പറയും. സാർ ഒരു അധ്യാപകൻ, ഞാനൊരു അധ്യാപകനാണ്. ഞാനും അതിനെ ചെയ്തിരിക്കുന്നത് നമ്മളെ കുട്ടികൾ നന്നാവണം. ആ കുട്ടികളെ മൈൻഡ് പോലെ തന്നെയാണ് സാർ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് വരുന്ന ഓരോരുത്തരെയും അത് അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെങ്കിലും അവരെ വേറൊരു ലെവലിലേക്ക് ഒരു മാസ്റ്റർ ട്രെയിനറായിട്ട് വളർത്താൻ പറ്റുന്നു എന്നുള്ളത് സാർ ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാത്തവർ നിർബന്ധമായിട്ടും മൈൻഡ് മാസ്റ്ററി എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും ഓരോരാളും സ്വന്തം മനസ്സിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണ് മൈൻഡ് മാസ്റ്ററി. അതെല്ലാവരും പഠിക്കേണ്ടതാണ്. ഇപ്പൊ ഞങ്ങൾ നോക്കുക, ഒരു ഡോക്ടർ നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. രാവിലെ അവർക്ക് ഒരു മൈൻഡ് മാസ്റ്ററി ക്ലാസ് ഉണ്ട്. അവര് ക്ലിനിക്കിലേക്ക് വരുമ്പോൾ മൈൻഡ് മാസ്റ്ററി ക്ലാസ് ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ ജോലി സ്ഥലത്തും പലതരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോ നമ്മളൊന്നും ഇതുവരെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ജോലിന്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയാ നമ്മൾ ഒരു ജോലിയിലേക്ക് പോകുമ്പോൾ രാവിലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് സാർ ഏത് തലത്തിലാണത് ആ പ്രവർത്തനം വളരെയധികം അഭിനന്ദനാർഹമാണ്. ഇത് എല്ലാവരും പറയാൻ വാക്കുകളില്ല സാറേ, ഈ ഒരു പ്രവർത്തനം വാക്കുകളില്ല. എങ്കിൽ തന്നെ തുടരുക, ഈ തുടർച്ച മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ അഭിനന്ദനങ്ങളും. അതുപോലെ തന്നെ സാർക്ക് ഇനിയും ഉയരങ്ങൾ എത്താൻ സാധിക്കട്ടെ. ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഈ ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കുക. അതുപോലെ തന്നെ സാറേ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. അതെന്ത് തന്നെയായാലും എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടായി തീരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു റഹീം സാർ. വലിയ സന്തോഷമുണ്ട്. ഞാൻ ഇടപെടുന്നത് സമയം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചോടെ ആൾക്കാർ വെയിറ്റ് ലിസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഷർമിന. ഞാൻ 22 ബാച്ചിലാണ് EFT ചെയ്തത്. പറയൂ. ഞാന് എന്താ സാറെ പറയാ, 1 വർഷത്തിലധികമായി EFT ചെയ്തിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നാളെ എന്റെ മോന്റെ കല്യാണമാണ്. ഞാന് സാറിന് ഇൻവിറ്റേഷൻ കാർഡൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. തസ്ലീന മാം വഴി. അപ്പൊ എന്താ പറയാ, അവന്റെ കല്യാണമൊക്കെ ഈ 1 വർഷം മുന്നേ ഭയങ്കര ഒരു പ്രതിസന്ധിയിൽ തന്നെ ആയിരുന്നു. ഫാമിലിയില് ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയിട്ട്. ഇന്നിപ്പോ ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ അവന്റെ കല്യാണം വന്നു. ഞാൻ ആഗ്രഹിച്ചത് വെൽത്തിന്റെ കാര്യമാണെങ്കിലും ഫാമിലിന്റെ കാര്യമാണെങ്കിലും അറിയില്ല സാറേ, സാറിന്റെ വാക്കുകൾ പോലെ തന്നെയാണ് ജീവിതത്തില് മെഡിറ്റേഷനിൽ കിട്ടുന്ന ആ വാക്കുകൾ തന്നെയാണ് ഇപ്പൊ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ ഒരു പ്രാക്ടീസും മുടക്കിയിട്ടില്ല. അപ്പൊ ആദ്യം ഫാമിലി ഇഷ്യൂ തന്നെയായിരുന്നു മെയിൻ ആയിട്ട്. അത് 9 മാസത്തെ ഫോർഗീവ്നെസിന്റെ പരിശ്രമം കൊണ്ടാണ് അത് റെഡിയായി കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വെൽത്തിന്റെ മെഡിറ്റേഷനും കാര്യങ്ങളും തുടങ്ങിയത്. അത് അറിയില്ല സാറേ, ഇപ്പൊ ഈ 10-20 ദിവസത്തിനുള്ളിലാണ് എല്ലാം ഫുള്ളായിട്ട് റെഡി ആയത്. എനിക്കറിയില്ല, ഒരു അത്ഭുതം പോലെ തന്നെയാണ് എല്ലാം സംഭവിച്ചത്. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ. ഇനി നാളെ അവന്റെ കല്യാണമാണ്. സാറിന്റെ അനുഗ്രഹം ഉണ്ടാവണം. സാറ് നാട്ടിലില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും അറിയിക്കും. ശരി, ഞാൻ മീറ്റപ്പിന് വരുന്നുണ്ട് 6-ാം തീയതി കോഴിക്കോട്. അഡ്വാൻസ് മീറ്റപ്പിനോ? ഓക്കെ. ബാക്കി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് ഇതൊക്കെ പറയുന്നത് വിഷ്വല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിച്ച സംഗതികളൊക്കെ നടന്നതായിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ മുന്നേ തന്നെ എനിക്ക് പറയാൻ പറ്റി.
എന്തായാലും തീർച്ചയായും ഭയങ്കര സന്തോഷം. ഒരുപാട് അനുഭവങ്ങളുണ്ട് സാറേ, പറഞ്ഞാ മതിയാവൂല. തീർച്ചയായിട്ടും വലിയ സന്തോഷം. കൺഗ്രാജുലേഷൻ കേട്ടോ. അഡ്വാൻസ് ശരി. കോഴ്സ് ചെയ്ത ആളുകൾ നടത്തുന്ന മീറ്റപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നടുത്ത് സൂചിപ്പിക്കുക കേട്ടോ. 6-ാം തീയതി ആരെങ്കിലും ഇനി വിട്ടുപോയിട്ടുണ്ട്, എന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നുണ്ട് ഉടനെ ക്ലോസ് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യണേ. യെസ്, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ചേർക്ക. എന്റെ ജോലിയിൽ എനിക്ക് ഇന്നലെ പ്രൊമോഷനായി. എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു വർഷം ആയോളൂ. നേരത്തെ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗൾഫിൽ. എന്റെ മുകളിൽ ഏകദേശം 6ഓളം ആൾക്കാരുണ്ട്. 4-ാം സ്ഥാനത്തേക്ക് 4 പേർക്ക് മുകളിൽ എന്നെ ആക്കിയിരിക്കുകയാണ്. പ്രൊമോഷനായി ഒരു വർഷമേ ആയുള്ളൂ. EFT യാത്ര തുടങ്ങിയിട്ട് 26 മാസമായി. 2022 ഞാൻ EFT വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട് ഞാൻ. റിസൾട്ടുകൾ പറയാനാണെങ്കിൽ ഒരുപാട് റിസൾട്ടുകളാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് കൂടെ ചാൻസ് കൊടുക്കാം, വലിയ സാറേ നല്ലത്. ഒരുപാട് റിസൾട്ടുകളുണ്ട്, ഏതാ പറയേണ്ടത് അറിയില്ല എന്നുള്ളതാണ് ഇപ്പൊ ചേർക്കാന്റെ കൺഫ്യൂഷൻ. അതുകൊണ്ട് ഒരുപാട് ഹെൽത്തിലും വെൽത്തിലും ജോലിയിലും എല്ലാത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സർ. കൺഗ്രാജുലേഷൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അമീർ. ഹൗ ആർ യു? എങ്ങനെയുണ്ട് ദുബായ് ലൈഫ് ഒക്കെ? എന്താണ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അൽഹംദുലില്ലാ. നമ്മൾ അന്ന് അഡ്വാൻസിൽ പ്ലാൻ ചെയ്തിരുന്നു വണ്ടി വാങ്ങണമെന്നേ. അപ്പൊ ഓടിയായിരുന്നു ലക്ഷ്യം. എന്നാലും ഒരു വണ്ടി കഴിഞ്ഞ ദിവസം എന്റെ പേരിൽ രജിസ്ട്രേഷൻ ആയി ഇവിടെ, അൽഹംദുലില്ലാ. പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, പെങ്ങൾക്ക് എന്റെ പേരിൽ ഒരു വിസ എടുക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ടെക്നിക്കലി ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പോസിറ്റീവായിട്ട് കണ്ടു. അതിൽ അഡ്വാൻസ് നന്ദി പറഞ്ഞു അള്ളാഹുവിനോട്. അത് നടന്നു, എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടന്നു. അത് കഴിഞ്ഞ ആഴ്ചയിൽ വിസ ഇഷ്യൂ ആയി. ഷീ ഈസ് കമ്മിങ് ആൻഡ് ജോയിനിങ് വിത്ത് മീ നെക്സ്റ്റ് ഫ്രൈഡേ ഇൻഷാല്ലാഹ്. ആറ്റിറ്റ്യൂഡ് എന്റെ EFT ഫാമിലിനോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നതാണ്. സർ, ഡേ ബൈ ഡേ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരെ സന്തോഷവും സമാധാനവുമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. എൻ്റെ ഫാമിലി ഫ്രം ടോപ്പ് ടു ബോട്ടം, ഫ്രം യു, പിന്നെ നമ്മുടെ PC-മാർ എല്ലാവർക്കും ആത്മാർത്ഥമായ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കൂടെ നിൽക്കുന്ന എൻ്റെ 26 ബാച്ചിനോടും എൻ്റെ EFT ഫാമിലി മെമ്പേഴ്സിനോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയാണ്. താങ്ക് യു വെരി മച്ച് ഓൾ ഓഫ് യു. താങ്ക് യു അമീർ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അമീർ. സന്തോഷമുണ്ട് കേട്ടോ. ഇനി ഒരുപാട് മിറക്കിൾസ് ഉണ്ടാവട്ടെ. യെസ്, who is next? ആരാണ് അടുത്തത്? ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജുമി കലാം, ചാവക്കാട്. മനസ്സിലായി, കുറെ എല്ലാം കണ്ടിട്ട്. കുറച്ചൊന്ന് ഇങ്ങനെ മാറി നിന്നതാ. എല്ലാ ദിവസവും ക്ലാസ് കാണാറുണ്ട്, എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ട്, ഹാപ്പിയാണ്. പിന്നെ ഇക്കാടെ മാറ്റാണല്ലോ ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതിപ്പോഴും സന്തോഷമായിട്ട് ഇങ്ങനെ പോണ്ട്. എപ്പോഴും ഞാനിപ്പോ അങ്ങോട്ട് സ്നേഹിക്കണില്ല എന്നുള്ള ഒരു പരാതിയാണ് എപ്പോഴും പറയാ. അവ എപ്പോഴും ഇങ്ങനെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കും. അത്രയും മാറ്റമുണ്ട് ഇക്കാടെ കാര്യങ്ങളില്. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കണ്. എപ്പോഴും എന്താ പറയാ, നമ്മളുടെ ഈ ഒരു EFT എന്നുള്ള ആ ഒരു ഇതിലാണ് എപ്പോഴും ഇങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഷെയർ ചെയ്യും, എല്ലാവരോടും ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാനുള്ള ഒരു ആവേശമാണ് എപ്പോഴും. അത് എന്താ പറയാ, ഈ ഒരു ഇതില് വന്നു പെട്ടത് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് സാറിനോട്. സാറിന് ഇന്നലെ ഞാൻ ഇതേപോലെ സാറിനിട്ട് ഒന്ന് സംസാരിക്കണം എന്ന് ചോദിച്ചു വരും. ചിലപ്പോൾ സമയക്കുറവ് കൊണ്ട് കയറാൻ പറ്റാറില്ല. എന്തായാലും ഒരുപാട് മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരാനും അതുപോലെ തന്നെ മറ്റുള്ളവർ പരാതി
മാറി നിൽക്കുന്നവർക്ക് എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് വിഷിൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ ഓരോ മാറ്റങ്ങള് നമ്മൾക്ക് അത് അനുഭവിച്ചറിയുന്നത് പോലെ തന്നെ മറ്റുള്ളവർ അത് അനുഭവിച്ചറിയണം എന്നുള്ളൊരു ആഗ്രഹമാണ് എപ്പോഴും മനസ്സിൽ. കാരണം അത്രയും നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ഇതിൽ വന്നതുകൊണ്ട് നമ്മൾ എന്താ പറയാ, ഓരോ നിമിഷവും നമ്മൾ ഹാപ്പിയാണ്. കാരണം അത്രയും മാറ്റം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും മാറി നിൽക്കുന്ന എല്ലാവരും ഇതിലേക്ക് വരണം എന്നൊരു ആഗ്രഹമാണ് എല്ലാവരോടും പറയുന്നത്. സാറിന്റെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഞങ്ങളിൽ ഉള്ളത് കൊണ്ട് എല്ലാവരും വരും ഇൻഷാ അല്ലാഹ്. തീർച്ചയായും ഈ ഒരു ഇത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയൊരു സംഭവമായി തന്നെ മാറട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു സർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ. വലിയ സന്തോഷം. ഷമീബ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ചോദിക്കുകയാണ്. നിങ്ങളെ നമ്പർ കണക്ട് ചെയ്തോളൂ കേട്ടോ. ആരാണ് നമ്മൾ ടീം മെമ്പേഴ്സ് കണക്ട് ചെയ്യും കേട്ടോ. ആരോട് സംസാരിക്കുക കേട്ടോ, എന്നോട് സംസാരിക്കുക കേട്ടോ. ഷമീബക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത് വളരെ ചുരുക്കി ചോദിക്കുക കേട്ടോ. എംബ്രേസ് ചെയ്ത ആളുകൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം കേട്ടോ. ചാറ്റ് ബോക്സ് ചോദിച്ചോളൂ ഷമീബ കേട്ടോ. എവിടെ ചോദിക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് ഓരോ ചാറ്റ് ബോക്സ് ചോദിച്ചോളൂ. അവസരം എല്ലാവർക്കും ഉണ്ടാവേ. ഓക്കെ, അടുത്താരാണ്? സൗദ. സൗദ മുസ്തഫ, പറയൂ സൗദ മാം. കുട്ടി കരയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓഫാക്കി മ്യൂട്ടാക്കിയതാണ്. പറയണമെന്നുണ്ടായിരുന്നു. പറയൂ. ഷീബ സംസാരിച്ചോളൂ. ഷീബ. ഷീബ. ഹലോ, ഹായ്, പറയൂ ഷീബ മാം. എന്താ പറയാ, സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ലൈഫൊക്കെ സൂപ്പറായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ചും കൂടി മുന്നേ ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഇത്രയും അടികൂടി ഞങ്ങൾ രണ്ടാളും ലൈഫ് ഇത്രയും ആസ്വദിക്കാതെ പോയ. ഇപ്പൊ മക്കളായാലും എല്ലാവരും സന്തോഷത്തിലിരിക്കുന്നു. അതായത് മക്കളും ഇപ്പൊ എന്താണ് പറഞ്ഞാൽ ചെറിയ ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും അവര് പറയുന്ന രണ്ട് മക്കളാണ്. രണ്ടാമത് തമ്മി പറയുന്നത് വേഗം ടാപ്പ് ചെയ്യിക്ക മോള് പറഞ്ഞു കൊടുക്കുകയാണ്. അത്രയും EFT-യിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മൊത്തം എല്ലാവർക്കും സന്തോഷമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് അൽഹംദുലില്ലാ സന്തോഷമായിരിക്കുന്നു. അതുപോലെ ജുമൈല മാം ഡെയിലി ഞങ്ങൾക്ക് വൈകുന്നേരം ആയി പറഞ്ഞാൽ 9:30 മണിക്ക് വിളിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് എടുത്തു തരും, എക്കോ ഹീലിംഗ് ഒക്കെ എടുത്തു തരും. ആളുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ട്. ഇത് നമ്മുടെ ഷീബിയുള്ള ഷമീറിന്റെ ഹസ്ബൻഡ് അല്ലേ? ഷമീറിന്റെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല, അത് ഞാൻ ഏതാ ഷീബ ആലോചിച്ചത്. ജോലി ചെയ്തോണ്ടിരിക്കേണ്ട വീഡിയോയിൽ സുഖല്ലേ? കാര്യങ്ങളൊക്കെ സുഖമായി പോണോ, സന്തോഷമായിട്ട് പോണോ, ഹാപ്പി ആയിരിക്കണോ എല്ലാവർക്കും കുടുംബം മൊത്തം. ഇപ്പൊ ആൾക്കാരുടെ ഫാമിലിയിൽ നിന്നായാലും ശരി, അവന്റെ നല്ല ഒരു വരുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതൊക്കെ എനിക്ക് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ആദ്യം എനിക്ക് അതൊക്കെ ഇരുന്നു പ്രശ്നങ്ങള്. അവരൊക്കെ വന്നതിന് പറഞ്ഞാൽ ഓരോരുത്തർ സംസാരിക്കണ ഓരോ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ പല പ്രശ്നങ്ങളും ഞാനേ സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിരിക്കണം. അതേപോലെ അലർജിന്റെ പ്രശ്നം എനിക്ക് EFT-യിൽ വരുന്നതിന് മുന്നേ നല്ല അലർജി പ്രശ്നം ഉണ്ടായിരുന്ന ആളാണ്. അതായത് അടിച്ചു കയറാൻ പോലും പറ്റില്ല. എനിക്ക് ശ്വാസം മുട്ടൽ നടക്കും, രാത്രി കടക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോ അലർജി അതൊരു സംഭവം എനിക്ക് മറന്നുപോയി. അങ്ങനത്തെ ഒരു അസുഖം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു മാറിയിരിക്കുന്നു. അതല്ല ഇന്നലെ രാത്രി മോനിക്കും ഉണ്ടായിരുന്നു, മോനിക്കും ഇപ്പൊ ഇല്ല അസുഖം. അതല്ല ഇന്നലെ രാത്രി മോന് തുമ്മിയും കൊണ്ടിരുന്നപ്പോ ഒരു 2 പ്രാവശ്യം അവൻ തന്നെ സ്വയം ടാപ്പ് ചെയ്തിട്ട്
ഒരു 5 മിനിറ്റിനോളം അവൻ ഓക്കെ ആയിട്ട് കടന്നുറങ്ങി. അപ്പൊ ഈ ഇടക്ക് മോനിക്കായാലും മോൾക്കായാലും പനി വരുമ്പോ അവരെ സ്വയം അത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അവർ രണ്ടുപേരും. ചെറിയ 8 വയസ്സും 12 വയസ്സായ മോളുമാണ്. പക്ഷെ അവർക്ക് അത് സ്വയം EFT കൂടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിൽ വന്ന ആ ഒരു ഇത് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവര് സ്വയം ടാപ്പ് ചെയ്യണു. അവരെ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. മീറ്റപ്പിന് വരുന്നുണ്ട്. ഓക്കെ, സന്തോഷം. കൺഗ്രാജുലേഷൻ. പറയൂ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യൂബ്. ഞാൻ 31ാമത്തെ ബാച്ചിലാണ് ഈ ഗ്രൂപ്പിലേക്ക് വരുന്നത്. ശരിക്കും കോഴിക്കോടുള്ള 3-4 ഡോക്ടർമാരുടെ ഒരു മൂലക്ക് ഇരുത്തിയതാ. നീ അവിടെ ഇരുന്നോന്ന് പറഞ്ഞു. നീ എണീക്കൂലെന്ന് പറഞ്ഞ് ഇരുത്തിയതാ. ഇന്ന് അൽഹംദുലില്ലാ EFTയിലൂടെ എനിക്കൊരു പുനർജീവൻ തന്നെ കിട്ടിയിരിക്കുകയാണ്. EFT ബേസിക്കിലൂടെ എന്റെ ഒരു 50% പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുണ്ട്. ബാക്കി ഒരു 30% അഡ്വാൻസ് കൂടി നേടി. എനിക്ക് കുറച്ചൊരു ശതമാനം ബാക്കിയുണ്ട്. ഇൻഷാല്ലാ അതിന്റെ പ്രാക്ടീസിലൂടെ തന്നെ മുഴുവനായിട്ട് നേടും. അതിന്റെ ഒരു ഉറപ്പ്, അതിന്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഒരുപാട് ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി അവർക്ക് അവസരം നൽകുകയാണ്. ഇൻഷാല്ലാ ഒരുപാട് ഹെൽത്ത് റിസൾട്ട് ഉണ്ടാക്കിയ ആളാണ്. കൺഗ്രാജുലേഷൻ. വലിയ ഓക്കെ, യെസ്. എന്താണ് അമീർ ചോദിച്ചത്? എങ്ങനെ വി ക്യാൻ ഓക്കെ, യെസ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ചെറിയൊരു സ്കിൻ ഡിസീസുമായിട്ട് വന്നതാണ്. പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ജോലിയൊന്നും ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. നെഗറ്റീവ് തോട്ട്സ് ധാരാളം ഉണ്ടായിരുന്നു. അതിനുശേഷം ആർത്രൈറ്റിസ് വന്നു, ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ്. അപ്പോ ഈ കോഴിക്കോട് മിംസിൽ റൂമറ്റോളജിസ്റ്റിനെയൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് വേദനകൾക്കൊന്നും കുറവൊന്നുമില്ല. അപ്പൊ അതിന്റെ ഇടക്ക് ഭയങ്കരമായിട്ടൊരു തലവേദന വന്നു. ഇപ്പൊ അത് ഞാൻ ഈ മൈൻഡ് മാസ്റ്ററി 2 ബാച്ചിലുള്ള ആളായിരുന്നു. അതൊരു 3 ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ എന്റെ തലവേദന കുറഞ്ഞു. പക്ഷെ ഗുളിക ഞാൻ ആറാം ദിവസം മുതൽ ഗുളിക നിർത്തി. ഇപ്പൊ ഞാൻ ആ തലവേദനയുടെ ഗുളിക കഴിക്കണേ ഇല്ല. CT സ്കാനും മറ്റൊക്കെ ചെയ്തതാണ്. അവര് പറയുന്ന ഒരു കുഴപ്പമില്ല, മരുന്ന് ഇങ്ങനെ കഴിക്കുക, ന്യൂറോന്റെ മരുന്ന് ഇങ്ങനെ കഴിക്കുക. പക്ഷെ ഇപ്പൊ എനിക്ക് തലവേദന തീരെ ഇല്ല. നല്ല സന്തോഷം, എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നു. ഇനിയിപ്പോ എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മറ്റേ റുമറ്റോളജി സംബന്ധമായിട്ടുള്ള ആ ഗുളികയും കൂടെ നിർത്തണം എന്നുള്ളതാണ്. അതിങ്ങനെ പതിയെ നിർത്തിക്കൊണ്ടെന്നുള്ള ഉദ്ദേശത്തിൽ ഇരിക്കുകയാണ്. എന്തായാലും നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ഒഴിവായി. ആരെ കാണുമ്പോൾ ഒരു ദേഷ്യമില്ല. പിന്നെ എല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലായി മാറിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു, വളരെ നന്ദിയുണ്ട്. ഇനി മറ്റുള്ളവർക്കും പറയാനുള്ളതല്ലേ, അതുകൊണ്ട് നിർത്തുകയാണ് സാർ. തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഡോക്ടേഴ്സ് നിങ്ങളോട് പറയും നിർത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാണിക്കുന്ന ഡോക്ടേഴ്സ് അങ്ങനെയാണ് റിസൾട്ട് വരിക അല്ലെ? എന്നോട് പറഞ്ഞത് എന്താ വെച്ചാല്, പിന്നെ നിങ്ങള് ഈ റുമറ്റോളജിസ്റ്റിന്റെ ഡോക്ടർ പറഞ്ഞത് മരുന്ന് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ കൊടുന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. പക്ഷെ കഴിക്കുമ്പോഴും എനിക്ക് വേദനകളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു വേദനയില്ല, ഷോൾഡർ പെയിൻ ഇല്ല. കഴുത്തിലൊരു ബെൽറ്റ്, അരയിലൊരു ബെൽറ്റ്, റിസ്റ്റിന്റെ അവിടെ ഒരു ബെൽറ്റ്, ഇതൊക്കെ ഇട്ടതായിരുന്നു ഞാൻ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ വളരെ ഹാപ്പിയാണ്. ഉടനെ മരുന്ന് നിർത്തുന്നുള്ള പ്രതീക്ഷയിലുമാണ്. സ്കൂളിലൊക്കെ ഷെയർ ചെയ്യാ. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറയൂ, ഡോക്ടേഴ്സ് കൂടെ പറയും, കാരണം അവരറിയട്ടെ കാര്യം. ശരിയാണ്. എനിക്ക് ഒരു 2 മാസം കഴിഞ്ഞാൽ പോകണം അവിടെ. അപ്പൊ പറയും ഞാൻ. അപ്പൊ ശരി ശരി. കാരണം അതായത് പറയാൻ കാരണം ഇങ്ങനെ പറയുമ്പോ എന്താ വെച്ചാല് ഡോക്ടേഴ്സിനും അതൊരു ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവസരം കിട്ടുകയാണ്. അതേസമയം ചിലതൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ നിർത്തുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നതിന് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യാണ്, ഒന്ന് പ്രിപ്പയർ ആവുകയാണ്. ചില ആളുകൾക്കുണ്ട് വളരെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നീട് ചെറിയൊരു വിഷയം വരും, പെട്ടെന്ന് ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ചെറിയൊരു ഡോക്ടേഴ്സിന്റെ സപ്പോർട്ടും കൂടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് ആവശ്യം വന്നേക്കാം. അതാ പറഞ്ഞു.
ഓക്കെ പിന്നെ ഓക്കെ അത് ക്ലിയർ ഇൻഷാ ആയി ഡോക്ടർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു പ്രശ്നമില്ല, വളരെ ഉഷാറായി, നിങ്ങൾ കഴിക്കേണ്ടതില്ല എന്ന് അവരെന്നെ പറയും. അങ്ങനെയാണ് നമുക്ക് ആ കൂടുതൽ റിസൾട്ട്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ബബിത മാം നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒന്ന് വിളിച്ചാലും അല്ലെങ്കിൽ നമുക്ക് നേരമില്ലാത്ത പ്രശ്നമേ ഉള്ളൂ, പിന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ആവുമ്പോഴേ. എന്നാലും ഞാൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ശരിക്കും ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് പേര് ഇതിൽ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട്. ഓക്കെ സാർ. ഓക്കെ, കൺഗ്രാജുലേഷൻ. മാക്സിമം ആളുകൾക്ക് മെസ്സേജ് എത്തിക്കുക കേട്ടാ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം നല്ല വയറുവേദന എനിക്കെടുത്തു. അതായത് ഈ ഒരു വയറുവേദന ഉണ്ടായാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സൂചി വെച്ചാൽ മാത്രമാണ് എനിക്കത് മാറല്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഈ വയറുവേദന എടുത്തപ്പോ ഞാൻ എന്ത് ചെയ്തു, അവയർനെസ് കൊടുത്തു. എന്റെ ഈ അസുഖം എനിക്ക് തന്നെ മാറ്റാൻ പറ്റും എന്നുള്ള ആ ഒരു അവയർനെസ് ഞാൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, റൂമിൽ വന്ന് കുറ്റിട്ടു. ആരെയും അറിയിച്ചില്ല. അതായത് ഇതൊരു നെഗറ്റീവ് ആണല്ലോ, അപ്പം ആരെയും അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെ സ്വയം വന്ന് ഞാൻ ടേപ്പ് ചെയ്യാൻ വേണ്ടി കട്ടിലിരുന്നു. പക്ഷെ ടേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മൂവി ടെക്നിക്ക് ചെയ്യാന്ന് വിചാരിച്ച് ഇരുന്നതാണ്, പക്ഷെ കഴിയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എഴുതി. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് നല്ല ആരോഗ്യമുള്ള വയറ് തന്നു അൽഹംദുലില്ലാന്ന്. ഞാൻ ആ വേദന സഹിക്കണ ആ സമയത്ത് പോലും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പുസ്തകം എടുത്തു, ഞാൻ എഴുതി. ഫസ്റ്റ് 4 ലൈൻ എഴുതിയപ്പോഴേക്കും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, അത്രക്കും വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. പിന്നെ ഞാൻ അവിടെ നിർത്തി, ഒന്ന് റിലാക്സ് ആയതിനു ശേഷം പിന്നെ ഞാൻ എഴുതി. അങ്ങനെ എഴുതി 21 പ്രാവശ്യം ഞാൻ എഴുതിയപ്പോ എനിക്ക് ഇപ്പോഴും ഞാൻ അത് പറയുമ്പോൾ എനിക്ക് വലിയൊരു എന്താ അറിയില്ല, കോരിത്തരിപ്പാ വരുന്നത്. വലിയൊരു മിറാക്കിളാണ് എന്റെ ജീവിതത്തിൽ അത്. അതായത് ഞാൻ 21 പ്രാവശ്യം എഴുതിയപ്പോഴേക്കും ഞാൻ അതിൽ പൂർണ്ണമായിട്ട് ഞാൻ സന്തോഷവതിയായി. ആ വേദന എവിടെ ഇത്ര ദിവസമായിട്ട് എനിക്ക് പിന്നെ വന്നിട്ടില്ല. വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാണത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഞാൻ അതിൽ ഫീല് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ ഞാൻ അപ്പൊ വിചാരിച്ചു, ഞാൻ വിഷ്വൽ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പിൽ വിട്ടാലോന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എല്ലാവരെയും എത്തുമ്പോ അതൊരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാണല്ലോ, അപ്പൊ അത് വേണ്ട. ഞാൻ ഇത് മാറിയതിന് ശേഷം ഗ്രൂപ്പിൽ വന്ന് എനിക്ക് മാറി എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും ബെസ്റ്റ് അത്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വിഷ്വൽ ചെയ്തു, അത് സംഭവിച്ചു. ഞാൻ ഗ്രൂപ്പിൽ പോയി അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ ഈ ജൂൺ 25 എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം അഡ്വാൻസിന് എനിക്കും ഹസ്ബൻഡിനുള്ള ഫുൾ ക്യാഷ് എന്റെ ഹസ്ബൻഡ് എന്റെ കയ്യിൽ തന്നു. ഇത് അഡ്വാൻസിനുള്ള ഫുൾ ക്യാഷ് ആണെന്ന് പറഞ്ഞത് അതും വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അങ്ങനെ തന്നെ ഞാൻ വിഷ്വൽ ചെയ്തിരുന്നു, അത് അങ്ങനെ തന്നെ സംഭവിച്ചു, ഫുൾ ക്യാഷ്. അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനോടാണ് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി ഒരാളും പരിചയപ്പെടുത്താതെ, ഒരു മോർണിംഗ് ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാതെ, വെറും ഈ ഒരു ലിങ്ക് ഫേസ്ബുക്കിൽ ഗ്രൂപ്പിൽ കണ്ടു, അത് ടച്ച് ചെയ്തു. ആ ഒരു ടച്ചിങ് ആണ് സാറേ ഈ ഒരു ലൈഫ്. ഒരുപാട് ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. എന്റെ സംസാരം പോലെ EFT ആയിരിക്കാണ് ഇപ്പോ. അതായത് നമ്മളെ ഫാമിലിയിൽ തന്നെ എപ്പോഴും EFTനെ പറ്റി സംസാരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ അനിയത്തിയാണെങ്കിലും ഒരുപാട് അവരൊക്കെ ലൈഫിൽ ഒരുപാട് ചേഞ്ചിങ് വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി. അഡ്വാൻസിൽ നേരിൽ കാണാം സാർ. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഞാനത് മനസ്സ് തട്ടേ പറയുന്നത്, അത് വെറുതെ പറയില്ല, ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. വലിയ സന്തോഷം. കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു. അടുത്ത ആരാണ്? Hi sir, good morning. ഗുഡ് മോർണിംഗ്. തൊയ്യബ 23rd batch. കഴിഞ്ഞ മണിക്കൂർ. പറയൂ തൊയ്യബ. ഭയങ്കര സന്തോഷാണ്. പിന്നെ ഞാൻ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചതിൽ 2ാമത്തെ ഗോളായിരുന്നു എനിക്ക് വണ്ടി പഠിക്കുക എന്നുള്ളത്. ആദ്യത്തെ ഗോൾ എന്റെ ആരോഗ്യം ബെറ്റർ ആവുക എന്നുള്ളതായിരുന്നു. ഞാൻ മുമ്പ് TC പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ബെറ്ററായി അൽഹംദുലില്ലാ. 99% ഞാൻ ബെറ്ററായി. അത്രത്തോളം ഡൗൺ ആയ ആളായിരുന്നു. അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങൾ മൈൻഡിലായാലും ഹെൽത്തിലായാലും ഒക്കെ എല്ലാത്തിനും ഫിസിക്കലി മെന്റലി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതിനുശേഷം ഞാൻ അന്ന് സാറ് ആ ക്ലാസ്സിൽ എഴുതി വെച്ച 2ാമത്തെ ഗോൾ സെറ്റ് ചെയ്തു. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി 2
അതായത് ബൈക്കും കാറും പഠിക്കാനുള്ള അവസരം എൻ്റെ ഹസ്ബൻഡ് തന്നു. അത് ഭയങ്കര സർപ്രൈസ് ആയിട്ടായിരുന്നു. അതേപോലെ ഫസ്റ്റ് ചാൻസ് തന്നെ ടെസ്റ്റിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അതിൽ ഞാൻ രണ്ടും പാസ് ഔട്ടായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ തസ്ലീന മാം, പിന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി എൻ്റെ സിസ്റ്റർ റുബീന മാം, പിന്നെ എല്ലാത്തിനും സാറിന്റെ ക്ലാസ് ആണ്, സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളും മൈൻഡ് മാസ്റ്ററും തന്നെയാണ് അതിനെല്ലാത്തിനും. എന്റെ ഗോളുകൾ ഓരോന്നും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഓരോന്നും എനിക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്നുണ്ട്. അതിന് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സാർ, താങ്ക് യു. ഇനിയും ITCയിൽ വരണം എന്ന് വിചാരിക്കുന്നു, ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. യെസ്, അടുത്ത ആളിലേക്ക് വരട്ടെ പെട്ടെന്ന്. നാസർ സർ. നസർഗ. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ, ഞാൻ EFTയിലേക്ക് വന്നിട്ട് ഏകദേശം 4 മാസമായി. ഈ കഴിഞ്ഞ നോമ്പിലാണ് ഞാൻ EFTയിലേക്ക് കടന്നു വന്നത്. ഞാനിതിലേക്ക് കടന്നു വരാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ നല്ലൊരു ട്രെയിനറായി മാറാം എന്ന് കരുതിയായിരുന്നു വന്നിരുന്നത്. പക്ഷെ എനിക്ക് ലഭിച്ചത്, ഞാനൊരു പൂവ് ചോദിച്ചപ്പോൾ എനിക്ക് പൂന്തോട്ടം തന്നെ കിട്ടി. അൽഹംദുലില്ലാ. അതിന് അൽഹംദുലില്ലാ എനിക്ക് ആദ്യമായി ഇതിലേക്ക് എത്താനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചതിന് പ്രപഞ്ചനാഥന് അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എന്റെ സാറായ സാറിനും അതുപോലെ തന്നെ എന്റെ PCA ഫസിലത്ത് മാമിനും ഞാൻ അങ്ങേയറ്റം ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. എനിക്കിതിൽ വന്നതിന് ശേഷം എനിക്ക് ലഭിച്ചതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ, ഏകദേശം ഞാൻ 8 വർഷത്തോളമായി ഞാൻ കണ്ണട നിരന്തരമായിട്ട് ഉപയോഗിച്ചിരുന്ന ആളാണ്. അതായത് ഉറങ്ങുമ്പോഴല്ലാത്ത സമയങ്ങളിലും ഞാൻ കണ്ണട ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. അൽഹംദുലില്ലാ, ഇന്ന് ഏകദേശം 2 മാസത്തോളമായി പൂർണ്ണമായിട്ടും ഞാൻ ആ കണ്ണട എന്നിൽ നിന്ന് ഒഴിവാക്കി. അതുപോലെ തന്നെയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ശ്വാസം പെട്ടെന്ന് സ്റ്റക്കായി പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആരും ഒന്ന് എണീറ്റ് ഇത് ചാടി കളിച്ചാൽ ചില സമയങ്ങളിൽ എനിക്ക് ശ്വാസം കിട്ടുക. അൽഹംദുലില്ലാ, പൂർണ്ണമായിട്ടും അതും എന്നിൽ നിന്ന് മാറി കിട്ടി. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ചെറിയ മകൾക്ക് സുഖമില്ലാതായി, പനി ബാധിച്ചു. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കും, അപ്പൊ മാറും. അപ്പൊ എന്നോട് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, നിങ്ങളെ EFTയിൽ ഇങ്ങനെ കുട്ടികളെ രോഗമൊക്കെ മാറ്റുന്നത് നിങ്ങളൊന്ന് മാറ്റിക്കാനേ പറഞ്ഞു. അതിനാ ഫസീലത്ത് മാമിനെ വിളിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ടാപ്പിംഗ് ചെയ്തു. അൽഹംദുലില്ലാ, ഞാൻ ആ ടാപ്പിംഗ് ചെയ്തതിനു ശേഷം ഇന്ന് എന്റെ മകൾക്ക് ഇതുവരെയായിട്ട് പനി ഉണ്ടായിട്ടില്ല. അതൊന്നല്ലാത്ത വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മള് ഇതിൽ രോഗങ്ങൾ മാത്രമല്ല പലതും മാറും എന്ന് പറഞ്ഞ പോലെ എന്റെ മകന് ഇതുപോലെ എന്റെ സൗദിയിലെ ഫോണ് എടുത്ത് കളിച്ചക്കാണ്ട് അത് ലോക്കാക്കിട്ടു. ഈ ലോക്ക് അതിലാണെങ്കിൽ ഒരുപാട് ഡാറ്റകൾ എനിക്ക് വിലപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഈ ലോക്ക് അവനെ എന്നെ പിടിച്ച് ഒരുപാട് കളിച്ച് ഒരുപാട് ടൈം വേസ്റ്റായി. അങ്ങനെ ഞാനത് മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് അവരെന്നോട് പറഞ്ഞു, ഫോർമാറ്റ് ചെയ്യേണ്ടി വരും, അല്ലാതെ ലോക്ക് പൊട്ടിക്കാൻ പറ്റൂലായിരുന്നു. അത് ഞാൻ എൻ്റെ PCA ഫസിലെ മാമിനെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മക്കളോട് ചീത്ത അറിഞ്ഞിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ഫോർഗീവ് ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തു. ഇന്ന് എന്റെ ടാപ്പിങ്ങിന് ഇരിക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, അത് ചെയ്തതിനു ശേഷം ഇപ്പൊ എന്താ മനസ്സിലെന്ത് തോന്നുന്നു ചോദിച്ചു. എനിക്ക് തോന്നുന്നു എന്റെ മകൻ തന്നെ ആ ഫോണിന്റെ ലോക്ക് തുറക്കുന്നാന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അന്ന് വയനാട് അഡ്വാൻസ് പരിപാടിക്ക് വരികയാണ്. അപ്പൊ ഞാൻ വൈഫിനോട് ചോദിച്ചു, രാവിലെ എന്താ ഫോൺ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഫോൺ അതിന്റെ സമയമായി കഴിഞ്ഞാൽ, തുറക്കേണ്ട സമയമായി കഴിഞ്ഞാൽ മകന്റെ അടുത്ത് കൊടുത്താൽ അവൻ തന്നെ തുറന്നോളും, നിങ്ങളാരും തുറക്കണ്ടാവും. വൈകുന്നേരം അഡ്വാൻസിന് പക്ഷേ ദിവസം കഴിഞ്ഞ് എനിക്ക് എന്റെ വൈഫ് വിളിച്ചു പറയാണ്, ഫോൺ ലോക്ക് മകൻ തന്നെ തുറന്നിക്കണമെന്നല്ലേ. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും EFTയിലൂടെ അൽഹംദുലില്ലാ. എനിക്ക് ഇതുപോലെ തന്നെ എന്റെ വലിയ മകൾക്ക് ഇതുപോലെ തന്നെ ചോരക്കുരുണ്ടായിട്ട് ഏകദേശം പൊട്ടാനായിട്ടുണ്ട്, ആ അവസ്ഥയിൽ നിൽക്കണം. അപ്പൊ അവര് ഡോക്ടറെ കൊണ്ടുപോകലെന്ന് ചോദിച്ചപ്പോ ആയിട്ടില്ല പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, അവളെ ഇതുപോലെ ബഡി ടാപ്പിംഗ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ
3-4 തവണ ഇതുപോലെ അവളെ കൊണ്ട് ടൈപ്പിംഗ് ചെയ്യിച്ചു. ഇതുപോലെ എന്റെ ഫീല് വെച്ചൊക്കെയാണ് ഞാൻ ടൈപ്പ് ചെയ്തു. അൽഹംദുലില്ലാ അത് പൊട്ടി ഒക്കെ ക്ലിയർ ആയി. ഇന്നലെ അവള് ഹോസ്റ്റലിലേക്ക് പോയി. കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു വീട്ടിലേക്ക് ഒരു ഡോക്ടർ എന്ന രൂപത്തിലേക്കാണ് ഞാനിത് കാണുന്നത്. കാരണം നമുക്ക് മക്കൾക്ക് എല്ലാവർക്കും നമുക്ക് ഇതുപോലെ തന്നെ ഇതിനെ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്നപോലെ എന്റെ ചെറിയ മകൾക്ക് ഇതുപോലെ തന്നെ ഒരു ദിവസം ഭയങ്കര കരച്ചില്. സാധാരണ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വല്ല മൂലയമാരെ തങ്ങമത്ത് വെള്ളം മന്ത്രിച്ചു നൂലൊക്കെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു, നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങള് പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചോദിച്ചു. ആ ചെറിയ തോതിൽ നിന്ന് പിണങ്ങിയിരുന്നു. ആദ്യം അത് ഫോർഗീവ് ചെയ്യാൻ പറഞ്ഞു. അൽഹംദുലില്ലാ പിന്നീട് എന്റെ മകൾക്ക് അതും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സാറിനോട് ഞാൻ ഇൻഷാ അല്ലാ ഇന്ന് വൈകുന്നേരം സൗദിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. പ്രത്യേകം എല്ലാവരോടും എനിക്ക് വേണ്ടി വിഷ്വൽ ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകം പറയുന്നു. ഓക്കെ, താങ്ക് യു. ഒന്ന് എല്ലാവരും ചുരുക്കി പറയാ. ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. എല്ലാ പ്രാർത്ഥന ഉണ്ട് കേട്ടോ. എല്ലാവരും പെട്ടെന്ന് ചുരുക്കി. ഓക്കെ, പറയുമ്പോ സമയത്തോട് പറഞ്ഞ് ചുരുക്കി പോവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇനി പറയുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് ചുരുക്കി പറയാം കേട്ടോ. പറയൂ, ഒന്ന് ചുരുക്കി. അടുത്ത ആള്. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സൗദിയാണ് സർ. പറയൂ. ഞാൻ 5th ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. 2022 സിയാദിക്കടൊക്കെ ബാച്ചില്. സാറിന്റെ ഓർമ്മ ഉണ്ടാവും. പിന്നെ ഒരു ഓഫ്ലൈൻ ബാച്ചിൽ, പിന്നെ 21st ബാച്ചില് റിസോർട്ടിലെ ബാച്ചില് പ്രാക്ടീസ് ചെയ്യാതെ പിന്നെ ഇപ്പോ കഴിഞ്ഞ ബാച്ചിൽ വീണ്ടും EFT കയറിയതാണ്. എന്തായാലും ഇപ്രാവശ്യം ഞാൻ വിടൂല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ അങ്ങോട്ട് കയറി. അതേപോലെ തന്നെ എനിക്ക് പ്രാക്ടീസ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്റെ അൺഫോർഗിവ്നെസ് എന്റെ മെയിൻ പ്രശ്നമായിരുന്നു. ഒരുപാട് എനിക്ക് നല്ല മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. വളരെ നല്ല സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് നല്ല മാറ്റം എന്ന് വെച്ചാല് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പൊ ഞാൻ ടീച്ചറിനോട് സംസാരിച്ചപ്പോ സെൽഫ് ലവിന്റെ കുറവാണ്, സെൽഫ് ഫോർഗിവ്നെസിന്റെയും കുറവാണെന്ന് പറഞ്ഞ് 1-to-1 ഇരുന്ന് ഷബ്നമായിരുന്നു പ്രാക്ടീസ് ചെയ്തു. അത് നമ്മളെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ 1-to-1 ഇരുന്ന് പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞാൻ സാറിന്റെ ക്ലാസ്സിൽ സാറിന്റെ കൂടെ ടാപ്പ് ചെയ്ത് പിന്നെ എനിക്ക് ഇന്ന വരെ ആ ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളെ ഇപ്പൊ ഇല്ല. അൽഹംദുലില്ലാ കുറേ ആയിട്ട് ഞാനിങ്ങനെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. EFT കഴിഞ്ഞിട്ടും വീണ്ടും മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ. താങ്ക് യു EFT, താങ്ക് യു റെസ്പിക്ട്, താങ്ക് യു ഷബ്നമം, താങ്ക് യു എവരിവൺ. നല്ല മാറ്റമുണ്ട്. പിന്നെ ഒന്നെന്താ വെച്ചാല് ഞാൻ ട്രാൻസ്ഫറിന്റെ ഒരു കാര്യം സാറ് ഞാൻ പറഞ്ഞിരുന്നു, സാർ ഓർക്കുന്നോന്നറിയില്ല. അപ്പോ ട്രാൻസ്ഫർ ഇതുപോലെ എന്നെ ജസ്റ്റ് ഐ ഹാവ് ടു മൂവ് ഔട്ട് എന്നുള്ളൊരു ഇതിലെത്തിയപ്പോ ഞാന് വിഷ്വൽ ചെയ്തു. ഷബ്നമാമിനെ വിളിച്ചപ്പോ ഷബ്നമാം പറഞ്ഞു നന്നായിട്ട് സെൽഫ് ഫോർഗിവ്നെസ് കൊടുത്ത് വിഷ്വൽ ചെയ്യുന്ന പറഞ്ഞു. നല്ലൊരു സ്ഥലത്ത് അഥവാ അങ്ങനെ ട്രാൻസ്ഫർ ആഗ്രഹിക്കണില്ല എന്ന് വിഷ്വൽ ചെയ്യുക, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു പറഞ്ഞു. വിഷ്വൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ പോകും എന്നുള്ള കണ്ടീഷനിൽ എത്തിയപ്പോ ഞാൻ വിഷ്വൽ ചെയ്തു. നല്ലൊരു സ്ഥലത്ത് തന്നെ എനിക്ക് നല്ല മൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലത്ത് കിട്ടണമെന്ന് വിഷ്വൽ ചെയ്തു. അതുപോലെ തന്നെ രാവിലെ ട്രാൻസ്ഫർ ലിസ്റ്റ് നോക്കുമ്പോ എനിക്ക് എന്തായാലും പോവേണ്ടാത്ത സ്ഥലത്തൊന്നും എന്നെ ഇട്ടില്ല. ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് എല്ലാവരും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് ലക്ഷദ്വീപിലാണ് കിട്ടിയത്. ഐ എം വെരി ഹാപ്പി ടു എക്സ്പ്ലോർ ലക്ഷദ്വീപ്. ഐ ആം വെരി ഹാപ്പി. താങ്ക് യു എവരിവൺ. താങ്ക് യു സർ, താങ്ക് യു EFT, താങ്ക് യു. അടുത്തതിലേക്ക് ഞാൻ കുറച്ച് സ്പീഡ് ആക്കുന്നുണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ളൂ നമ്മുടെ ടൈം പ്രകാരം. അതുകൊണ്ട് ഫാസ്റ്റ് ആക്കുകയാണ്. രജനി ആരാണെന്ന് പെട്ടെന്ന് പറയൂ കേട്ടോ. പറയൂ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. പറയൂ. ഇതിലാണോ രജനി പറയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറേ, ഞാൻ ഇതിലേക്ക് വന്നത് ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിഞ്ഞത് EFT യെ കുറിച്ചിട്ട്.
അപ്പൊ ഞാൻ 2-3 ക്ലാസ് ഒക്കെ കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ പോസിറ്റീവായിട്ട് ഒരുപാട് ഫീൽ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചു ഹസ്ബൻഡിനെ എന്തായാലും EFT കോഴ്സ് എടുപ്പിക്കണം എന്ന്. ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് വന്നത്. അമ്മയുടെ മരണം, അത് കഴിഞ്ഞു ഹസ്ബൻഡിന്റെ അസുഖങ്ങൾ ഇങ്ങനെ കൂടി വരിക, അങ്ങനെ ഒരുപാട് വിഷമം എനിക്കുണ്ടായി. ഒരുപാട് തകർച്ചയിലേക്കാണ് പോണേന്നുള്ള ആ ഒരു മൂഡിലാണ് ഞാൻ എന്തായാലും ഈ കോഴ്സ് എടുക്കട്ടെ, പൈസ ഇല്ല കയ്യില്, അങ്ങനെ വിഷമിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എന്തായാലും എനിക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്. ഇന്നലെ വരെ ആളുടെ റിസൾട്ടിലൊക്കെ ഇത്തിരി വ്യത്യാസം വന്നു തുടങ്ങി. ക്രിയാറ്റിനൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത് ഇപ്പൊ. എനിക്ക് അതേ തൈറോയിഡിന്റെ മുഴ അതൊക്കെ വന്നു. അതിനൊക്കെ മരുന്ന് കഴിക്കണം എന്നുള്ളൊരു മരുന്നില്ല പറഞ്ഞു. ആ മുഴ എടുത്ത് കളയണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ അടുത്തൊന്നും ഞാൻ കളയുന്നില്ല. ഞാനും ആളുടെ കൂടെ ഇരുന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അംഗൻവാടി ടീച്ചറാണ്. എനിക്ക് ക്ലാസ്സിലൊക്കെ കുട്ടികളോടൊന്നും എനിക്ക് ഒരുപാട് ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് ഒന്നിനും കഴിഞ്ഞിരുന്നില്ല വർക്ക് ചെയ്യാൻ. ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പാട്ടും ചിരിയും കളിയേ ഉള്ളൂ ഇപ്പൊ എപ്പോഴും. മാറും, പെട്ടെന്നെല്ലാം മാറും കേട്ടോ. സാർ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും, മാമിനും എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ സാർ. ഐഷ സിദ. പുതിയതായിട്ട് ആരും ആൻഡ്രൈസ് ചെയ്യരുത് കേട്ടോ. ഹായ് സാർ, സാറിനെ കാണുമ്പോ ഗ്രാറ്റിറ്റ്യൂഡ് പറയാതെ പോവില്ല. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഫാമിലിയിലായാലും നമ്മളെ ഒരുപാട് ഹോസ്പിറ്റൽ കേസുകൾ 2 വർഷം കഴിഞ്ഞു ഞാൻ ഇതിലേക്ക് വന്നിട്ട്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. ഒത്തിരി അതായത് നമ്മുടെ എല്ലാ മാറ്റങ്ങൾക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് മക്കളായാലും നമ്മളായാലും അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. എന്തിലായാലും നമുക്ക് വിജയമുള്ളൂ. അതിന് സാറിനും കുടുംബത്തിനും നമ്മുടെ ഫാമിലി എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സാർ. താങ്ക് യു ഷാക്കിറ. യെസ് ഷമീബ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറയൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ക്ലാസ് കേൾക്കണത് തന്നെ. എനിക്കിതില് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ നമ്പർ ഇത് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോ നമ്പർ ചാറ്റ് ബോക്സ് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ. ചാറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കുക. ആരെങ്കിലും ഇതിൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് അങ്ങോട്ടും കണക്ട് ചെയ്യാം. നിങ്ങളിപ്പോ നമ്പർ ഇട്ടോളൂ ചാറ്റ് ബോക്സിൽ. യെസ്, ഇനി ആരാണ് പറയൂ. യെസ്, പെട്ടെന്ന് പറയൂ. വൈൻഡപ്പ് ചെയ്യാണ്, നീട്ടി കൊണ്ടുപോകുന്നില്ല. എല്ലാവർക്കും തിരക്കുകൾ ഉണ്ടാവുമല്ലോ അല്ലെ. ഐഫോൺ എന്ന് കാണുന്നുണ്ട്, ആളെ മനസ്സിലാവുന്നില്ല. പരിചയമുള്ള ആളാണല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്, പറയൂ. റഫീഖ് സാർ, കുറെ ദിവസമായി പറഞ്ഞ വരാൻ പറ്റുന്നില്ല. സാർ ദുബായിൽ സുഖമല്ലേ? അതെ, ദുബായിൽ. നിങ്ങളുടെ ഐഫോൺ കണ്ടപ്പോഴേ പേര് മനസ്സിലായില്ല. പറയൂ. ഞാന് ഷോപ്പിലാണ്, രാവിലെ 7 മണിക്ക് ഷോപ്പിൽ കയറുക. അതുകൊണ്ട് പിന്നെ മറ്റേ ഫോൺ ബിസി ആയിരിക്കും. ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഉഷാറായി നടക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി ബിസിനസ്സുകളൊക്കെ ഉഷാറാണ്. പേരൊന്ന് പറയൂ. ഐഫോൺ ഫസലുർ റഹ്മാൻ ബാൽശ്ശേരി. കളിക്കുന്നുണ്ട്, പേര് കാണാത്തോണ്ട് കൺഫ്യൂഷൻ. അതെ. കഴിഞ്ഞ ബാച്ചിലെ അനിയന് നിസാർ ബാൽശ്ശേരി ജോയിൻ ചെയ്തിരുന്നല്ലോ. ജ്യേഷ്ഠനാണ്. ഇൻഷാ അല്ലാ അടുത്ത ബാച്ചിൽ എന്തായാലും ഒന്നും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളൊക്കെ ഉഷാറായി നടക്കുന്നുണ്ട്, ബിസിനസ് ഉഷാറായി നടക്കുന്നുണ്ട്. പിന്നെ പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഒരു ഓൾ കേരള ഡീലർഷിപ്പ് ഒരു മെറ്റീരിയൽ എടുക്കാനുള്ള പരിപാടി ഉണ്ട്.
സാർ പറഞ്ഞ മാതിരി തന്നെ ആദ്യം ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. പിന്നെ അതിന്റെ കൂടെ നമുക്കിപ്പം വിശാലമായിട്ട് ജനങ്ങളെ കണ്ടുമുട്ടാനുള്ള മാക്സവൻ എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം ഉള്ള ടീമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ബ്രാഞ്ചായിട്ട് ഇവിടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ രാവിലെ കാണാനും കൈ കൊടുക്കാനും സൗഹൃദം പങ്കിടാനും ഒക്കെ വലിയൊരു വേദിയാണ്. അതിലേക്ക് ട്രെയിനറായിട്ട് കയറാനും കൂടെ പറ്റി. അത് വലിയൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ വിഷ്വൽ ചെയ്യുക, എല്ലാ കാര്യത്തിനും വേണ്ടി വിഷ്വൽ ചെയ്യുക. ഇത്ര പറയുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. സമയം ഒരുപാട് ലേറ്റ് ആയല്ലോ. എത്ര ദിവസം കയറണം വിചാരിക്കും. കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പത്തെ ആഴ്ച ഒന്നും കയറാൻ പറ്റിയില്ല, തിരക്കിലായിരുന്നു. പിന്നെ അടുത്ത ആഴ്ചയിൽ പിന്നെ പുറത്തേക്ക് ഒന്ന് പോകുന്നുണ്ട് അടുത്ത 7-ാം തീയതി. അപ്പൊ യാത്രയൊക്കെ സുഖാൻ വേണ്ടിയിട്ട് വിഷ്വൽ ചെയ്യാം. ഓക്കെ. സോ വലിയ സന്തോഷമുണ്ട്. വലിയ മാറ്റങ്ങൾ കുറേ ആളുകൾക്ക് വന്നു. ഇനി ആയിഷ സീത ഒരാളും കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞവർക്കുള്ളൂ, പുതിയ ആളുകൾക്ക് ഇല്ല കേട്ടോ. ഇപ്പൊ അനലൈസ് ചെയ്തവർക്കില്ല. ദയവേത് ക്ഷമിക്കുക കേട്ടോ, കാരണം നമ്മുടെ സമയം വൈകുകയാണ്. ആയിഷ സീത മാത്രമേ നേരത്തെ അതിലുള്ളൂ അല്ലേ? പറയൂ. ഐഷ സീത അൺമ്യൂട്ട് ചെയ്യുന്നില്ല സർ. ഓക്കെ, എന്നാല് ചുരുക്കല്ലേ. സലാം നേരത്തെ ഹാൻഡ് റൈസ് ചെയ്ത ആളായിരുന്നു അല്ലെ? സലാം സൈഫോൺ. ഇതാരാണ് സലാം എന്നുള്ളത്? ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ബഹ്റൈനിൽ നിന്നാണ്. ഞാൻ നേരത്തെ തന്നെ ട്രൈ ചെയ്തു, പക്ഷെ ഇന്നിപ്പോ എന്റെ അൺമ്യൂട്ട് ആക്കിയില്ല. ഞാൻ സാറിന്റെ EFT ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത് ശരിക്കും കുറെ ആയിട്ടുണ്ട്. ഞാൻ വൈഫാണ് ആദ്യം ജോയിൻ ചെയ്തത്. ഹസീന, കാലിക്കറ്റില്. അപ്പം ഞാൻ EFT ക്ലാസ് ഇപ്പോഴാണ്, ഞാൻ സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാറുണ്ട്. രാവിലെ ക്ലാസ്സുകാർ ഞാൻ കേൾക്കാറുണ്ട്. അടുത്ത് തന്നെ ഒരു ക്ലാസ് ജോയിൻ ചെയ്യാനുള്ള പരിപാടിയിലാണ്. എന്തായാലും എല്ലാ ദിവസവും രാവിലെ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കാറുണ്ട്. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് സാറിന്റെ ക്ലാസ്, സാർ ബഹ്റൈനിലേക്ക് ഒരു ക്ലാസ് നമുക്ക് ഇവിടെ ചെയ്യണം. ഓക്കെ, നമ്മൾ റെഡിയാണെന്നേ. നമ്മൾ ചെയ്യണം ഉഷാറായിട്ട്. ആയിക്കോട്ടെ. So congratulations to all for being here in this wonderful, amazing transformation special program. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരുടെ സന്തോഷം അറിയിക്കുകയാണ്. ഇതേപോലെ എല്ലാവരും ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. നമുക്ക് എല്ലാവർക്കും വലിയൊരു ചേഞ്ച് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി പറയുന്ന സ്വഭാവം. നന്ദി നമ്മുടെ ഉള്ളിൽ ഉണ്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ? പക്ഷെ അത് പുറത്തേക്ക് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം ഉണ്ടല്ലോ അല്ലേ? ഉള്ളറിഞ്ഞ് മനസ്സറിയുമ്പോൾ നന്ദി പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു എനർജി ഉണ്ട്. അത് മാക്സിമം ആളുകൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ATC സ്പെഷ്യൽ ATC നടത്തുന്നത്. അപ്പൊ ഇനി ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുറെ ആളുകൾ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഗ്രേറ്റ് ഡേ, ശുഭദിനം ആശംസിക്കുന്നു കേട്ടാ. ഓക്കെ, അഡ്വാൻസ് ചെയ്യാൻ വിഷ്വൽ എന്നൊക്കെ പറയുന്നത്. വിഷ്വൽ ചെയ്യുക, എല്ലാവരും വിഷ്വൽ ചെയ്യുക കേട്ടാ. കോഴ്സ് പങ്കെടുക്കാനൊക്കെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക, വിഷ്വൽ ചെയ്യുക. 11-ാം തീയതി അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വിഷ്വൽ ചെയ്യുക, പങ്കെടുക്കുന്നതായിട്ട്. അപ്പോൾ അതിലെ വഴികളെല്ലാം തുറന്നു വരും. അഡ്വാൻസ് കോഴ്സ് അങ്ങനെ തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, വിഷ്വൽ ചെയ്യുക, സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. Thank you. Thank you, sir. Thank you, sir. Thank you so much. Thank you so much. Thank you, sir. Thank you, Thank you, sir. so much. Thank you, sir. 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 Thank you. Thank you so much. Thank you, sir. Thank you so much. Thank you, sir.